ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ജിദ്ദ സന്ദർശനവും ഉറ്റുനോക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും വിവിധ മേഖലകളിൽ ഫലം ചെയ്യുമെന്നും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ജിദ്ദ സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് സൗദി വ്യോമസേന. സൗദിയുടെ വ്യോമ പരിധിയിൽ പ്രവേശിച്ച പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ 1 വിമാനത്തെ വരവേറ്റുകൊണ്ട് സൗദി വ്യോമസേനയുടെ F-15 വിമാനങ്ങൾ അനുഗമിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി ജിദ്ദയിലേക്ക് എത്തുന്നത്. സൗദി അറേബ്യയിൽ 3 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ മോദിയുടെ ആദ്യ ജിദ്ദ സന്ദർശനമാണിതെന്ന് ഏറെ പ്രത്യേകതയുള്ളതാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനൊപ്പം മോദി ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന്റെ 2ാമത് യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിക്കും. 1982 ഏപ്രിലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം 43 വർഷം കഴിഞ്ഞാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത്. ഇതിനു മുൻപ് 2016ലും 2019ലും മോദി സൗദിയുടെ തലസ്ഥാനമായ റിയാദ് സന്ദർശിച്ചിരുന്നു. സൗദിയുടെ വാണിജ്യ കേന്ദ്രമായ ജിദ്ദ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതേസമയം 2023ൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പരസ്പരം അഭിവാദ്യം ചെയ്ത് വെറുമൊരു കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു. മറിച്ച് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള 2 ശക്തികൾ തമ്മിൽ ആഴമേറിയതും തന്ത്രപരവുമായ ബന്ധത്തിന്റെ പുനഃക്രമീകരണത്തിന് അടിവരയിടുന്നതിന്റെ സൂചന കൂടിയായിരുന്നു.